ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു NCERT ചാപ്റ്ററാണ് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളത്. അത് നിങ്ങൾ കുറേ പേര് അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും പറയുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പരമോന്നതമായിട്ടുള്ളൊരു നിയമസംഹിതയാണ് അല്ലേ. പരമോന്നതമായൊരു നിയമസംഹിതയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഭരണഘടന എന്ന കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഒരു രാഷ്ട്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചയിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഇത് എങ്ങനെ പ്രവർത്തിക്കണം, ഒരു രാജ്യം എങ്ങനെ പോകണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് അത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ ഭരണഘടന എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിൽ ആവാം. ഒന്നെങ്കിൽ ലിഖിതമായിട്ടുള്ള ഭരണഘടനയാവാം, അല്ലെങ്കിൽ അലിഖിതമായിട്ടുള്ള ഭരണഘടനയാവാം. നമുക്കറിയാം ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് അത് US-ന്റെ ഭരണഘടനയും. ആദ്യത്തെ ഭരണഘടന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും US-ന്റെ ഭരണഘടനയാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയുടെ കുറച്ച് ചുമതലകളെയൊക്കെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഓരോന്നായിട്ട് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വരാം. സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല. സോ നമ്മൾ ആദ്യത്തെ ചുമതലയായിട്ട് എന്ത് പറഞ്ഞു, ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിസ്ഥാന നിയമങ്ങളുടെ ഒരു സംഹിത പ്രദാനം ചെയ്യലാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ കർത്തവ്യം എന്ന് പറഞ്ഞു. അപ്പം അടിസ്ഥാന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സമൂഹത്തിലെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ സമാധാനത്തോടെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നതിനുള്ള പ്രധാന കാരണമാണ് ഈ ഒരു അടിസ്ഥാന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടി നമുക്ക് ഒരു അടിസ്ഥാന നിയമം വേണം? കാരണം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളുള്ള ഒരു രാജ്യമാണ്. അതിൽ വ്യത്യസ്ത മതക്കാരുണ്ടാവും, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, അങ്ങനെയുള്ളതുണ്ട്. പല തൊഴിലുകൾ ചെയ്യുന്നത്, പല കഴിവുകളുള്ള, പല അഭിരുചികളുള്ള ആൾക്കാർ, ദരിദ്രരായവരും സമ്പന്നരായവരും, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു അടിസ്ഥാന നിയമം ആവശ്യമാണ്. എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു അടിസ്ഥാന നിയമം എന്തിന് വേണം, ഈ ഒരു ഭരണഘടന വഴി നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ഇങ്ങനെ ഒരു അടിസ്ഥാന നിയമം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്, സമൂഹത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ നിലനിൽക്കും. വ്യക്തികൾക്ക് അവിടെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അടിസ്ഥാന നിയമങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു, ഏകോപിപ്പിക്കുന്നു. എന്തിലൂടെ? അടിസ്ഥാന നിയമങ്ങളിലൂടെ. ഇനി അടുത്ത ചുമതലയെ കുറിച്ച് പറയുന്നത്, സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയുടെ രണ്ടാമത്തെ ചുമതലയാണ്. അപ്പം എന്താണ്, സമൂഹത്തിൽ ആർക്കാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്, അത് ഭരണഘടനയിലൂടെയാണ്. ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്നും അത് തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, അടിസ്ഥാന തത്വങ്ങളുടെ അല്ലെങ്കിൽ നിയമങ്ങളുടെ ഒരു സംഹിത തന്നെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിനും ഭരിക്കപ്പെടുന്നതും ഈ ഒരു നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടും നിയമങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾക്ക് മെയിൻ ആയിട്ടും ഒരു 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ആരാണ് ഈ ഒരു നിയമങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്, ഇതൊക്കെ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്, അതുപോലെ തന്നെ ആരാണ് ഈ നിയമം നടപ്പിലാക്കേണ്ടത്, ഓക്കെ, നടപ്പിലാക്കേണ്ടത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. അതുപോലെ തന്നെ ആരാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ വ്യാഖ്യാനിക്കേണ്ടത്. സോ ഒരു ഭരണഘടനയിൽ ഈ ഇത്രയും കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് അതിനോടൊരു വിശ്വാസവും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനനുസരിക്കാനും ഒക്കെയുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് നിയമം നിർമ്മിക്കുന്നതിനും നടപ്പാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും തീരുമാനമെടുക്കാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളതെന്ന് ഓരോ രാജ്യത്തെയും ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇപ്പം രാജവാഴ്ചയൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. രാജവാഴ്ചയുള്ള ഒരു രാജ്യത്തിൽ രാജ്യങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള അധികാരം, അതായത് ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് എപ്പോഴും ആരായിരിക്കും, അത് രാജാവായിരിക്കും. രാജഭരണം എങ്ങനെയായിരിക്കണം, ഈ രാജ്യം എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് രാജാവായിരിക്കും. അതുപോലെ ഒരു ഏകകക്ഷി ഭരണം നിലനിന്നിരുന്ന സോവിയറ്റ് യൂണിയൻ പോലെയുള്ള ഒരു രാജ്യത്തൊക്കെ ആണെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഭരണഘടന ഒരു കക്ഷിക്ക് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അതായത് USSR പോലെയുള്ള രാജ്യങ്ങളിൽ ഒറ്റ കക്ഷിക്ക് മാത്രമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള പവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവുക. ഇനി ജനാധിപത്യ ഭരണഘടനയിൽ നിലവിലുള്ള രാജ്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അത് ആർക്കാണ്, അത് ജനങ്ങൾക്കാണ്. ഓക്കെ, ജനാധിപത്യമാണെങ്കിൽ എന്താണ്, അവിടെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവിടെ എന്തിനും തീരുമാനമെടുക്കാനുള്ള പവർ ഉള്ളത് അത് ജനങ്ങൾക്കാണ്.
ഓക്കെ, അത് പറയുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുരാതന ഗ്രീസിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ എല്ലാം ഡയറക്റ്റ് ആയിരുന്നു. അതായത് ജനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട്, ഓരോ പൗരനും ഡയറക്റ്റ് ആയിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം ആധുനികമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യം ലൈക്ക് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇപ്പം എങ്ങനെയാണ്, നമ്മൾ നേരിട്ടല്ല പലപ്പോഴും രാജ്യങ്ങളുടെ കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മറിച്ച് അതായത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെയാണ് നമ്മൾ പലപ്പോഴും ജനാധിപത്യത്തിന്റെ ഭാഗമാവുന്നത്. അത് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമാകുന്നതൊക്കെ നമ്മളുടെ പ്രതിനിധികൾ വഴിയാണ്. അതായത് നമ്മൾ എന്താ പറഞ്ഞത്, ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ജനങ്ങൾ വിനിയോഗിക്കുന്നത് നേരിട്ടല്ല, മറിച്ച് അവർ തെരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെയാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ഇവരുടെ പവറും അധികാരങ്ങളൊക്കെ അവർ വിനിയോഗിക്കുന്നത്. ഇനി ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം, അതായിരുന്നല്ലോ നമുക്ക് പറഞ്ഞിരുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ആരാണ്? അത് പാർലമെന്റ് ആണ്. ആ കാര്യം ഓർത്തിരിക്കുക. പാർലമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിയമങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. നിയമനിർമ്മാണം നടത്തുന്നതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകിയത് പക്ഷെ ആരാണ്? അത് ഭരണഘടനയാണ്. അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. എന്താണ്, ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണെങ്കിലും അതിന് നിർമ്മിക്കാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുള്ളത് അത് ഭരണഘടനയാണ്. ഇനി നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ആർക്കാണ് അധികാരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യനിർവഹണ വിഭാഗത്തിനാണ്. ഓക്കെ, കാര്യനിർവഹണ വിഭാഗത്തിനാണ് ഓരോ നിയമങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള അധികാരമെങ്കിൽ, ഈ നിയമങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് നീതിന്യായ വിഭാഗത്തിനാണ്. ഓക്കെ, ഈ ഒരു കാര്യം ഉറപ്പിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. നീതിന്യായ വിഭാഗത്തിന് വ്യാഖ്യാനിക്കാനുള്ള റൈറ്റ് ആണുള്ളത്, അല്ലെങ്കിൽ അധികാരമാണുള്ളതെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരമുള്ളത് അത് കാര്യനിർവഹണ വിഭാഗത്തിനും, നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും കൊണ്ടുവരാനും ഒക്കെ ഉള്ള അധികാരമുള്ളത് പാർലമെന്റിനും. ആ ഒരു അധികാരം പാർലമെന്റ് നൽകുന്നത് അത് ഭരണഘടനയുമാണ്. ഇനി മൂന്നാമത്തെ ചുമതലയായിട്ട് പറഞ്ഞിട്ടുള്ളത് പൗരന് മേൽ ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക എന്നതാണ്. ഓക്കെ, എന്താണ് ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരം? ആരുടെ മേല്? പൗരന്മാരുടെ മേല് ചുമത്താവുന്ന ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക. ഈ പരിധികൾ മൗലികമാണ്. എന്തെന്നാൽ ഗവൺമെന്റുകൾ ഒരിക്കലും അവ ലംഘിക്കുവാൻ പാടുള്ളതല്ല. ഈ പോയിന്റ്സ് ഒക്കെ ഇതുപോലെ, ഇത് ടെക്സ്റ്റിൽ നിന്ന് ഞാൻ കോപ്പി ഇട്ടിട്ട് എഴുതിയിട്ടുള്ളതാണ്, ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് അതേപോലെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾക്കറിയാം ഗവൺമെന്റിന്, നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു, ഗവൺമെന്റിന് പലതരത്തിലുള്ള അധികാരങ്ങളും ഭരണഘടന കൊടുക്കുന്നുണ്ട്. ആൻഡ് ഗവൺമെന്റിന് അധികാരങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഭരണഘടന അതിന് ചില പരിധികളും നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ ഭരണഘടന ഒരിക്കലും ഗവൺമെന്റിന് അനിയന്ത്രിത അധികാരം കൊടുക്കാറില്ല. ഓക്കെ, ഒരിക്കലും അനിയന്ത്രിതമായിട്ടുള്ള ഒരു അധികാരം ആർക്ക് കൊടുക്കില്ല? ഈ ഒരു ജനാധിപത്യ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനാധിപത്യ ഗവൺമെന്റിന് കൊടുക്കാറില്ല. കാരണം എന്താണ്? ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് എന്തിലേക്ക് പോകും? അത് സ്വേച്ഛാധിപത്യത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ഒരു നിയന്ത്രണം, ഒരു പരിധി എല്ലാ കാര്യത്തിലും നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ രൂപം നൽകുക തുടങ്ങിയവയ്ക്ക് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുകയാണ് ഭരണഘടനയുടെ 4ാമത്തെ ചുമതല എന്ന് പറയുന്നത്. അപ്പം എന്താണ്? സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, നീതിനിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ രൂപം നൽകുക. ഇതെല്ലാം തന്നെ ഗവൺമെന്റിന്റെ ചുമതലയാണ്. നമ്മൾക്കറിയാം അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ ജനങ്ങൾക്ക് പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. അങ്ങനെ ജാതീയവും വംശീയവും അതുപോലെ ലിംഗപരവും പ്രാദേശികവുമായിട്ടുള്ള വിവേചനം നിലനിൽക്കുന്ന സമൂഹത്തിലെ ജനങ്ങൾ അത്തരം വിവേചനങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാറുണ്ട്. നമ്മൾക്കറിയാം പലതരത്തിലുള്ള അസമത്വങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ അസമത്വങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഭരണഘടന ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിച്ചാൽ മാത്രം പോരാ, മറിച്ച് എല്ലാ അസമത്വങ്ങളും അവസാനിപ്പിക്കാനുള്ള ക്രിയാത്മക നടപടികൾ എടുക്കാനുള്ള അധികാരം അത് ഗവൺമെന്റിന് നൽകുകയും വേണം. അതുപോലെ തന്നെയാണ് ഒരു ഭരണഘടന സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ ഉൾക്കൊള്ളുകയും വ്യക്തമാക്കുകയും വേണം. ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അതൊരു പടി മുന്നിൽ തന്നെയാണ്. ഓക്കെ, എന്താണ് സമൂഹത്തിന്റെ അഭിലാഷങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും എല്ലാം നിറവേറ്റുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് ഭരണഘടന പ്രത്യേക തരത്തിലാണ് നമ്മളുടേത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭരണഘടനയെക്കാളും ഒരു പോയിന്റ് മുന്നിലാണ് നമ്മൾ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക ക്ഷേമവും വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വേറെ ഒരു ചുമതല അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു ചുമതലയാണ് മൗലിക വ്യക്തിത്വം എന്ന് പറയുന്നത്. ഓക്കെ, മൗലികമായിട്ടുള്ള ഒരു വ്യക്തിത്വം വികസിപ്പിക്കണം. ഒരു രാജ്യത്ത് മൗലികമായിട്ടുള്ള ഒരു വ്യക്തിത്വം, അതായത് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി സൃഷ്ടിക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു ഭരണഘടന ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം പ്രകാശിപ്പിക്കുന്നു.
വ്യക്തികൾക്ക് പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ്. നമുക്കറിയാം മൗലിക വ്യക്തിത്വം എന്ന് പറയാൻ നമുക്ക്, അതായത് ഫണ്ടമെന്റൽ എല്ലാവർക്കും ഒരുപോലെയുള്ള വ്യക്തിത്വം ആയിരിക്കും ഉണ്ടാവുക, അല്ല, എല്ലാവർക്കും പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളായിരിക്കും, പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഒരു മൗലിക വ്യക്തിത്വം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള വ്യക്തിത്വം ആയിരിക്കും ഉണ്ടാവുന്നത്, അല്ല, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ചിലപ്പം അവരുടെ മതത്തിന്റെ ബേസിലായിരിക്കാം, പ്രദേശത്തിന്റെ ബേസിലായിരിക്കാം, അങ്ങനെയായിരിക്കാം അവരുടെ വ്യക്തിത്വങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. സോ ഇങ്ങനെ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളുള്ള ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നത് അത് ഭരണഘടന മുഖേന മാത്രമാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഒരു മൗലിക വ്യക്തിത്വം എന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കുക. പലർക്കും പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. അങ്ങനെ പല വ്യക്തിത്വങ്ങളുള്ള ആൾക്കാരെ ഒരു കൂട്ടമായിട്ട് കൊണ്ടുവന്ന് ഏകോപിപ്പിച്ച് ഒരു ദേശീയ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നത് അത് ഭരണഘടനയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ കർത്തവ്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് അടിസ്ഥാന നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് എന്ത് പറഞ്ഞു? ഒരു സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ് എന്നത് തീരുമാനിക്കണം. ഓക്കെ, തീരുമാനം എടുക്കാനുള്ള അധികാരത്തിന്റെ ആർക്കൊക്കെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്, ആരൊക്കെ നടപ്പിലാക്കണം, ആരൊക്കെ വ്യാഖ്യാനിക്കണം എന്നൊരു കാര്യത്തിൽ എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മളുടെ ഭരണഘടന വഴി നൽകാൻ പറ്റണം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അധികാര പരിധി നിശ്ചയിക്കണം എന്നുള്ള ഒരു കാര്യമായിരുന്നു. നാലാമത്തെ പോയിന്റ് എന്തായിരുന്നു? സമൂഹത്തിലെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളെയും കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് എന്ത് പറഞ്ഞു? മൗലികമായിട്ടുള്ള വ്യക്തിത്വത്തെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല, പക്ഷെ അടുത്തതായി ഇതിൽ നിന്ന് വരില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇങ്ങനെ ഒരു ബോക്സ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഭരണഘടന ഗവൺമെന്റിനെ അധികാരത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും മാത്രമല്ല, സമൂഹത്തിന്റെ പൊതു നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള അധികാരം ഗവൺമെന്റിന് ഇത് നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് ഭരണഘടനയുടെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന അനേകം ഉത്തരവാദിത്വങ്ങൾ ഗവൺമെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പരിപാലനം, ന്യായരഹിതമായ വിവേചനത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ, എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യം തുടങ്ങിയവ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ പ്രോത്സാഹിപ്പിക്കുവാൻ അത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ഭരണഘടനയിലേക്ക് വരികയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കാനും നടപ്പാക്കാനും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. പാവപ്പെട്ടവരും അഗതികളുമായിട്ടുള്ള കുട്ടികളെ ഗവൺമെന്റ് സംരക്ഷിക്കണമെന്നും ഈ ഒരു ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കാനും പാവപ്പെട്ടവരും അഗതികളുമായിട്ടുള്ള കുട്ടികളെ ഗവൺമെന്റ് സംരക്ഷിക്കും എന്നുള്ള കാര്യങ്ങളുമാണ് ഇന്തോനേഷ്യൻ ഭരണഘടനയിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോയിന്റ്, ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിയിരിക്കുക. ഭരണഘടനയുടെ ആധികാരികത എന്നാൽ എന്ത് എന്നുള്ളതാണ്. ഒരു ഭരണഘടനയ്ക്ക് ഒരു സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ് നമ്മൾ ആധികാരികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടന സമൂഹത്തിന് ഗുണപ്രദവും പ്രയോജനകരവുമാണെന്ന് തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾ അതിനെ സ്വമേധയാ അനുസരിക്കുന്നത്. ജനങ്ങൾ ഭരണഘടനയെ സ്വമേധയാ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ആധികാരികമായിട്ട് മാറുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. ആധികാരികത എന്നാൽ എന്ത് എന്നാണ് ഭരണഘടനയിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു 3 പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഭരണഘടനയിലെ മുഖ്യമായിട്ടുള്ള കുറച്ച് വ്യവസ്ഥകളെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. മെയിൻ ആയിട്ടും ഒരു 3 പോയിന്റുകളാണ്, 3 വ്യവസ്ഥകളാണ് ഭരണഘടനയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും സ്വീകാര്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഭരണഘടനയിലെ വ്യവസ്ഥകളുമായിട്ട് ജനങ്ങൾ ഒത്തുപോകണമെങ്കിൽ സമൂഹത്തിലെ എല്ലാവർക്കും അത് സ്വീകാര്യമായിരിക്കണം. നമ്മൾക്കറിയാം പലതരത്തിലുള്ള ആൾക്കാരുള്ളതാണ് നമ്മളുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഭൂരിപക്ഷ വിഭാഗങ്ങൾ ഉണ്ടാവും. അപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അനുവദിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നമ്മളുടെ ഭരണഘടനയിൽ വിശ്വസിക്കുകയോ അത് അനുസരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഭരണഘടനയായിരിക്കണം നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെയാണ് അടിസ്ഥാന നീതി ഉറപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. ഭരണഘടനയിൽ സമ്പൂർണ്ണ നീതി ഒരിക്കലും നമുക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എങ്കിലും അടിസ്ഥാന നീതി ലഭിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് ഭരണഘടന പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിന് കഴിയണം. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ നീതി കിട്ടും എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെയാണ് പൗരന്മാർക്ക് സ്വാതന്ത്ര്യവും സമത്വവും സംരക്ഷിക്കപ്പെടണം. ഓക്കെ, പൗരന്മാരുടെ സ്വാതന്ത്ര്യവും സമത്വവും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ മുഖ്യമായിട്ടുള്ള 3 വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ്. നേരത്തെ നമ്മൾ ചുമതലകൾ പറഞ്ഞു, ഇപ്പൊ പറയുന്നത് ഭരണഘടനയുടെ മുഖ്യമായിട്ടുള്ള വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ്. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു സന്തുലിത സ്ഥാപന രൂപരേഖ അഥവാ ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ അധികാരങ്ങളും നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം വെക്കാതെ പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബാലൻസ്
ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്നുള്ള സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം പല രാജ്യങ്ങളിലും ഭരണഘടനയിൽ അട്ടിമറികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഒരു അട്ടിമറി നമ്മളുടെ കാര്യത്തിൽ, അതായത് ഇന്ത്യയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന എന്താണ് ചെയ്തിരിക്കുന്നത്, അധികാരങ്ങളെ ഒരു കുറച്ച് പേരിലേക്ക് അതാകൊണ്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 4 പേരിലേക്കാണ് ഇത് ആക്ച്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് എന്ന് പറയുന്നത് അത് നിയമനിർമ്മാണ സഭയ്ക്കാണ്. ഓക്കെ, നിയമനിർമ്മാണ സഭയ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ അധികാരങ്ങളും ഒരു സ്ഥലത്ത് മാത്രം വെക്കാതെ കുറച്ച് അധികാരങ്ങൾ നിയമനിർമ്മാണ സഭയ്ക്ക് കൊടുത്തു, കുറച്ച് അധികാരങ്ങൾ എക്സിക്യൂട്ടീവിന് കൊടുത്തു, കുറച്ച് കൊടുത്തു നമ്മുടെ ജുഡീഷ്യറിക്ക്. അതുപോലെ കൊടുത്ത ഒന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ ഇത് 3 ആലോചിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർക്കാനുള്ള ചാൻസസ് കുറവാണ്. സോ ഓർത്തിരിക്കുക ആർക്കൊക്കെയാണ് ഈ അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ അട്ടിമറിക്കും കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നിയമനിർമ്മാണ സഭ എന്തെങ്കിലും ഒരു അട്ടിമറിക്ക് ട്രൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 വിഭാഗങ്ങളുണ്ട് അത് തടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരു അട്ടിമറി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസിൻറ്റഗ്രേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമേരിക്കൻ ഐക്യനാടുകൾ തുടങ്ങിയ രാജ്യങ്ങളിലേതുപോലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഭരണഘടനകൾ ദേശീയ പ്രസ്ഥാനത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. 1946 ഡിസംബറിനും 1949 നവംബറിനും ഇടയ്ക്ക് പ്രവർത്തിച്ച ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായിട്ട് തയ്യാറാക്കിയത് എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ പൊതുസമ്മതരായ നേതാക്കൾ ചേർന്നാണ് ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വലിയ പൊതുസമ്മതി അതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ആദരവ് നേടാൻ കഴിഞ്ഞവരും വ്യക്തിപരമായ അധികാര താല്പര്യങ്ങൾക്കുള്ള ഉപകരണം അല്ല ഭരണഘടന എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞവരുമാണ് ഭരണഘടന തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇത് ഞാൻ എല്ലാം കൂടി വായിക്കാത്തത് ചില കാര്യങ്ങളൊക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. ചില രാജ്യങ്ങൾ തങ്ങളുടെ ഭരണഘടന ഒരു സമ്പൂർണ്ണ ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. ഭരണഘടനയുടെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ ജനങ്ങളും ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ ഭരണഘടന ഇതൊരു ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, എന്താണ് ഇന്ത്യൻ ഭരണഘടന ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു പോയിന്റ് ഓർത്തിരിക്കുക. എന്നിരുന്നാലും ജനങ്ങളുടെ അളവറ്റ പിന്തുണയും അംഗീകാരവും ഇതിനുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ജനകീയ അംഗീകാരമുള്ള നേതാക്കളുടെ യോജിച്ച പിന്തുണ അതിനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ജനങ്ങളും ഇതിനെ പിന്തുണച്ചത്. ഓക്കെ, ഇനി ഇവിടെ നേപ്പാളിലെ ഭരണഘടനയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയിരിക്കുക. ഇതിങ്ങനെ കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്നൊക്കെ കയറി ചോദിക്കുമെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ഭരണഘടനാ നിർമ്മാണത്തിന്റെ സങ്കീർണത വെളിപ്പെടുത്തുന്നതിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. നേപ്പാളിൽ ടോട്ടൽ ഇതുവരെയായിട്ട് 5 തവണ ഭരണഘടന നിർമ്മിച്ചിട്ടുണ്ട്. 1948 ആദ്യത്തേത് വരുന്നത്. 48, 51, 59, 62, 90 എന്നീ വർഷങ്ങളിലായിട്ടാണ് ഇവിടെ ഭരണഘടന വന്നിട്ടുള്ളത്. നേപ്പാൾ രാജാവാണ് ഈ ഭരണഘടനകളെല്ലാം തന്നെ തയ്യാറാക്കി നൽകുന്നത്. അന്തിമ അധികാരവും രാജാവിനായിരുന്നു. എങ്കിലും 1990 ഭരണഘടനാ ബഹുകക്ഷി സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നു. അപ്പം ബഹുകക്ഷി സമ്പ്രദായം കൊണ്ടുവന്നത് എപ്പോഴാണ്? മൾട്ടി പാർട്ടി സിസ്റ്റം കൊണ്ടുവരുന്നത് 1990 രാജ്യത്തെ ഗവൺമെന്റ് പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ദശാബ്ദകാലം തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടായി. മെയിനായിട്ടും അവിടെ സമരങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളിൽ രാജാവിന് തീരുമാനങ്ങൾ എടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ രാജാവിന് വിട്ടുകൊടുക്കാം, എന്തെല്ലാം ബാക്കി പാർട്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഭരണം വരുന്ന സമയത്ത് ഭരണകക്ഷിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ടും ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു രാജാവിന് ഒരു തരത്തിലുള്ള അധികാരങ്ങളും ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. കുറച്ചുപേര് പറഞ്ഞു ചില അധികാരങ്ങളൊക്കെ കൊടുക്കണം. രാജാവ് ഇതിനൊന്നും തയ്യാറല്ലായിരുന്നു ആളുടെ അധികാരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഉള്ള ഒരു ക്ലാഷ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 2008 നേപ്പാൾ രാജഭരണം അവസാനിപ്പിച്ച് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറി. ഈ വർഷമൊക്കെ ഓർത്തിരിക്കുക. 2008 നേപ്പാൾ രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറുന്നത്. അന്തിമമായിട്ട് 2015 നേപ്പാളിൽ പുതിയ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അവസാനമായിട്ട് ഭരണഘടന നേപ്പാളിൽ വന്നത് എപ്പോഴാണ്? അത് 2015. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഹൗ വാസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയെടുത്തത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗം. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം എന്ന് പറയുന്നുണ്ട്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായിട്ട് ഭരണഘടന രൂപീകരിച്ചത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഭരണഘടന രൂപീകരിച്ചത് അത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ആദ്യ സമ്മേളനം നടക്കുന്നത് അത് 1946 ഡിസംബർ 9 നമുക്കറിയാം. ഇത് രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6 ആദ്യ സമ്മേളനം നടക്കുന്നത് 9 ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ 1947 ഓഗസ്റ്റ് 14 ഇത് വീണ്ടും സമ്മേളിച്ചു. അപ്പം ആദ്യത്തെ സെഷൻ ഉണ്ടായിരുന്നത് ഡിസംബർ 9 മുതൽ 23 വരെ ആയിരുന്നു. പിന്നീട് വരുന്നത് 1947 ഓഗസ്റ്റ് 14 ഇത് വീണ്ടും സമ്മേളിക്കുന്നത്.
1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഓക്കെ, എന്താണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമ നിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ട് തെരഞ്ഞെടുത്തത്. ഇനി ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എപ്പോഴും ചോദ്യം വരുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുള്ളതാണ്. ക്യാബിനറ്റ് മിഷൻ ചില സമയത്ത് സൈമൺ കമ്മീഷനൊക്കെ ആയിട്ട് മാറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ക്യാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. ആൻഡ് ഈ ഒരു പദ്ധതി അനുസരിച്ച് ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് നോക്കിയിരിക്കുക. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. ഇനി ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. അപ്പം സീറ്റുകൾ എന്ത് ബേസിസിലാണ് അനുവദിച്ചിട്ടുള്ളത്? ജനസംഖ്യാനുപാതത്തിന്റെ ബേസിസിലാണ് ഇവിടെ സീറ്റുകൾ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:10,000 മീൻസ് 10 lakh ആണ്. ഓക്കെ, 1:10 ലക്ഷം എന്നതായിരുന്നു ഇതിന്റെ ഒരു ഏകദേശ അനുപാതം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും 292 അംഗങ്ങളും നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 സീറ്റുകളും ആണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബ്രിട്ടീഷിൽ നിന്ന് എത്ര പേര് വന്നു? 292 പേര് വന്നു. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ അത് 93 പേരുമായിരുന്നു. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകൾ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിലാണ് വീതിച്ചു നൽകിയത്. അപ്പം പ്രവിശ്യകളുടെ സീറ്റുകൾ 3 വിഭാഗങ്ങളായിട്ടാണ് വീതിച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് മുസ്ലിംസിന് കൊടുത്തു, ഒന്ന് സിഖുകാർക്ക് കൊടുത്തു, ഒന്ന് നമ്മൾ കൊടുക്കുന്നത് ജനറൽ വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തു. അപ്പം പ്രവിശ്യകളിൽ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പ്രവിശ്യകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് അത് ആനുപാതിക പ്രാതിനിധ്യ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നാട്ടുരാജ്യങ്ങളിൽ വരികയാണെങ്കിൽ ഇവിടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് കൂടിയാലോചനയിലൂടെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രവിശ്യകളിൽ എന്താണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആണെങ്കിൽ ഇവിടെ കൂടിയാലോചനകളിലാണ് നടന്നിട്ടുള്ളത്. ഇനി ഇത് എന്ന് പറയുന്നത് അംബേദ്കറിന്റെ ഒരു കോട്ടാണ്, ഒന്ന് ഓർത്തിരിക്കാം. നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ ഒരു സാമൂഹ്യ ജനാധിപത്യമാക്കി നാം മാറ്റേണ്ടതുണ്ട്. സാമൂഹ്യ ജനാധിപത്യത്തിന്റെ അടിത്തറയിലല്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയില്ല. സാമൂഹ്യ ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ജീവിത തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രിനിറ്റി, ഓക്കെ, ഈ വാക്കുകളൊക്കെ ഓർക്കുക. ട്രിനിറ്റി എന്ന് പറഞ്ഞത് ഏതിനെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്തിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആര് പറഞ്ഞു? BR അംബേദ്കർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർപെടുത്താനുള്ള ശ്രമം ജനാധിപത്യത്തിന്റെ ഉദ്ദേശത്തെ തന്നെ പരാജയപ്പെടുത്തുന്നതിന് തുല്യമാകും. സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നും സമത്വത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്നും വേർപിരിക്കുക സാധ്യമല്ല. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം ഭൂരിപക്ഷത്തിന് മേൽ ചുരുക്കം ചിലരുടെ മേധാവിത്വത്തിന് ഇടയാക്കും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കോട്ട്. ഇതൊന്ന് നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മെയിനായിട്ടും ഈ ഒരു ഭാഗം ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BR അംബേദ്കറിൻ്റെതാണ് ഇത് എന്നുള്ളത് ഓർമ്മയിൽ വരണം. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1947 ജൂൺ 3 പദ്ധതി ഏതാണ്? ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ ആണ് അല്ലെ. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനമാക്കി ഇന്ത്യ വിഭജിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ അല്ലാതായി. അങ്ങനെ ടോട്ടൽ തുടക്കത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 384 പേരുണ്ടായതാണ്. അതിൽ നിന്ന് പാകിസ്ഥാനിലുള്ള ആൾക്കാർ പോയതോട് കൂടിയിട്ട് അംഗസംഖ്യ 299 ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെടുന്നു. ഓക്കെ, നവംബർ 26 എന്താണ്? നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26 ആ ദിവസമാണ് ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത്. അവരിൽ 284 പേർ 1950 ജാനുവരി 24 അന്തിമമായി ഭരണഘടന പാസ്സാക്കിയപ്പോൾ ഒപ്പുവെക്കാനുണ്ടായി. അപ്പം ലാസ്റ്റ് ഒപ്പുവെച്ചത് എത്ര പേരാണ്? 284 പേരാണ്. ആൻഡ് 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നു എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞിട്ട്. ഇനി സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഇത് പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന സാധനമാണ്. അതിപ്പോൾ എവിടുന്ന് വന്നാണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ളതാണ്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി അല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടത്. എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ആ ഒരു ബുള്ളറ്റ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട 28 അംഗങ്ങളും സഭയിൽ ഉണ്ടായിരുന്നു. അതായത് നിയമനിർമ്മാണ സഭയിലെ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള
8 അംഗങ്ങളും എല്ലാ മതവിഭാഗത്തിനും ഇത് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ആൻഡ് രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 82% സീറ്റുകൾ കൈവശപ്പെടുത്തിയ കോൺഗ്രസിനായിരുന്നു അസംബ്ലിയിലെ മേധാവിത്വം എന്ന് പറയുന്നത്. ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പലതരത്തിലുള്ള ക്ലാഷുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഭിന്നാഭിപ്രായം ഒന്നുമില്ലാതെ തന്നെ പാസ്സാക്കപ്പെട്ട ഭരണഘടനയിലെ ഒരേ ഒരു വകുപ്പ് എന്ന് പറയുന്നത് അത് സാർവത്രിക വോട്ടവകാശമാണ്. സാർവത്രിക വോട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചിത പ്രായമെത്തിയ എല്ലാ പൗരന്മാർക്കും മതം, ജാതി, വിദ്യാഭ്യാസം, ലിംഗവ്യത്യാസം, വരുമാനം എന്നിവയൊന്നും പരിഗണിക്കാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുക എന്നതാണ് സാർവത്രിക വോട്ടവകാശത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ വീണ്ടും ഒരു കോട്ട് വരുന്നുണ്ട്. രാജേന്ദ്ര പ്രസാദ് B.R. അംബേദ്കറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ചും അതിന്റെ ചെയർമാനായിട്ടുള്ള B.R. അംബേദ്കർ സ്വന്തം അനാരോഗ്യം പോലും വകവയ്ക്കാതെ അത്യുത്സാഹത്തോടെയും അർപ്പണബോധത്തോടെയും പ്രവർത്തിച്ചു എന്നുള്ള പറഞ്ഞിട്ടൊക്കെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കണ്ണൂർ കൊല്ലം LDCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗം. ഓക്കെ, അപ്പം നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞ ഇതിലായിരുന്നു ആ കമ്മിറ്റികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് വിശദമായിട്ട് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സാധാരണ നടപടിക്രമങ്ങളിലും പൊതു കാരണത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾക്കായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളുണ്ട്. ടോട്ടൽ 22 കമ്മിറ്റികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 8 ആണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന ആസാദ്, ഡോക്ടർ B.R. അംബേദ്കർ തുടങ്ങിയവരായിരുന്നു. പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ വിയോജിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊന്ന് ഓർത്തിരിക്കുക, കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും കടുത്ത വിമർശകനായിരുന്നു അംബേദ്കർ എന്ന് പറയുന്നത്. പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് ആവശ്യമായതൊക്കെ ചെയ്യാതിരുന്നതാണ് ഇദ്ദേഹത്തിന് ഈ ഒരു വിയോജിപ്പിന് കാരണമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെഹ്റുവും പട്ടേലും തമ്മിലും പലതരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഭരണഘടന അവർ സക്സസ്ഫുള്ളി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി അസംബ്ലി 2 വർഷത്തിനും 11 മാസത്തിനുമിടയിൽ 166 ദിവസങ്ങൾ യോഗം ചേർന്നു എന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും പഠിക്കാറുണ്ട്. 2 വർഷം 11 മാസം 17 അല്ലെങ്കിൽ 18 ദിവസം എന്നുള്ള രീതിയിലാണ് പഠിക്കാറുള്ളത്. ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. എത്ര ദിവസം എന്നാണ് പറയുന്നത്? 166 ദിവസമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേശീയ പ്രസ്ഥാനം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കൊണ്ടുവന്ന തത്വങ്ങളുടെ ഏറ്റവും നല്ല ചുരുക്കെഴുത്താണ് 1946 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. അപ്പൊ ലക്ഷ്യപ്രമേയം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വർഷം പറയുകയാണെങ്കിൽ 1946 എപ്പോഴാണ്? ഡിസംബർ 13 എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിക്കുന്നത്. ഈ പ്രമേയം ഭരണഘടനയുടെ പിന്നിലുള്ള അഭിലാഷങ്ങളും മൂല്യങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ എന്ന ഭാഗത്ത് പരാമർശിക്കപ്പെട്ട മൂല്യങ്ങൾ ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം, സാർവലൗകിക സ്വത്വം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ ഭരണഘടന സ്ഥാപനപരമായ രൂപം നൽകിയിട്ടുണ്ട്. ആൻഡ് മെയിനായിട്ട് നോക്കിയിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ലക്ഷ്യപ്രമേയത്തിന്റെ പ്രധാന ആശയങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള നല്ല ചാൻസ് ഈ ഒരു വരുന്ന ഫേസസിൽ ഏതിലെങ്കിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ പുറത്തു നിന്നുണ്ടായിരുന്ന മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും. അപ്പം എന്തിന്റെയൊക്കെ യൂണിയനാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ യൂണിയൻ, നാട്ടുരാജ്യങ്ങളുടെ യൂണിയൻ, യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി യൂണിയനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിക്ഷിപ്തമായ പ്രദേശങ്ങൾ ഒഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകളായിരിക്കും. ഗവൺമെന്റിന്റെ ഭരണത്തിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും ഇതിന് നിർവഹിക്കുകയും ചെയ്യും. അടുത്തത്, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. ഓക്കെ, എന്താണ്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി, പദവിയിലും അവസരത്തിലുമുള്ള സമത്വം, നിയമത്തിനു മുൻപിലെ തുല്യത, സംസാരിക്കാനും പ്രകടിപ്പിക്കുവാനും വിശ്വസിക്കുവാനും ആരാധന നടത്തുവാനും തൊഴിൽ ചെയ്യുവാനും സംഘടിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും. ന്യൂനപക്ഷങ്ങൾക്ക്, പിന്നാക്ക ഗോത്രവർഗ മേഖലകൾ, അടിച്ചമർത്തപ്പെട്ടവർ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് മതിയായ സംരക്ഷണം നൽകും. ആർക്കൊക്കെയാണ്? ന്യൂനപക്ഷങ്ങൾ, ഗോത്രവർഗ മേഖലകൾ, അടിച്ചമർത്തപ്പെട്ടവർ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് മതിയായ സംരക്ഷണം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പബ്ലിക്കിന്റെ ഭൂപ്രദേശപരമായ അഖണ്ഡതയും കര, കടൽ, ആകാശം എന്നിവയുടെ മേൽ അതിനുള്ള പരമാധികാര അവകാശങ്ങളും നീതിക്കും നിയമത്തിനും അനുസൃതമായി നിലനിൽക്കണം.
ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ ഒരു രാഷ്ട്രം പൂർണ്ണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും എന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലക്ഷ്യപ്രമേയത്തിലെ ഇത്രയും ആശയങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരുന്നേ പറ്റൂ. ഇവിടെ വീണ്ടും BR അംബേദ്കറിന്റെ ഒരു കോട്ട് വരുന്നുണ്ട്. ലോകചരിത്രത്തിൽ ഇക്കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും പുതുതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതുതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമെങ്കിൽ അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാക്കുക എന്നത് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇത് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്രാവശ്യത്തെ. വിവിധ രാജ്യങ്ങളും ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം കണ്ണൂർ LDCയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കുറേയൊന്നുമില്ല, മീൻസ് കുറേ എണ്ണം ഉണ്ട് ആക്ച്വലി, പക്ഷെ ഇതിൽ ആക്ച്വലി കൊടുത്തിട്ടുള്ളത് ഒരു 5 എണ്ണം മാത്രമാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് FPTP. FPTPന്റെ ഫുൾ ഫോം എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ FPTP നമ്മൾ എടുത്തിട്ടില്ല. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച, സ്പീക്കറുടെ സ്ഥാപനവും പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം, ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണെങ്കിൽ നമ്മൾ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ ആണ്. ഇനി ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണെങ്കിൽ അത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന തത്വമാണ്. കനേഡിയൻ ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഫെഡറൽ സമ്പ്രദായമാണ് അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എടുത്തിട്ടുള്ളത് കനേഡിയൻ ഗവൺമെന്റ് ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ തന്നെ അവശിഷ്ടാധികാരം എന്ന ആശയം, അതായത് റെസിജ്വറി പവേഴ്സ്, നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ നിന്നാണ്. ഇനി അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണെങ്കിൽ മൗലിക അവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധനാധികാരം, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വിട്ടുപോയിട്ടില്ല. സോ ഈ ഒരു ചാപ്റ്റർ എന്തായാലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഇനി വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.